കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്ന് കോട്ടയം ജില്ലയിലെത്തിയിരിക്കുന്നു. എല്ലാ ജില്ലകളിലും വലിയ സ്വീകാര്യതയാണ് ഈ സന്ദേശയാത്രക്കുണ്ടായത്. നമുക്ക് പല ഗ്രാമങ്ങൾ സന്ദർശിച്ചു, അവിടുത്തെ ജനങ്ങളുമായി സംബന്ധിച്ചുമൊക്കെ തന്നെ ലഹരിക്കെതിരായുള്ള പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പല ഗ്രാമങ്ങളിലും ലഹരി മുക്ത ഗ്രാമങ്ങളാക്കാൻ ഈ യാത്രയിലൂടെ സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളതാണ്. ഞങ്ങൾ ഏകദേശം ഇപ്പോൾ 250ഓളം കളിക്കളങ്ങൾ സന്ദർശിച്ച് അവിടെ കളികൾ ആരംഭിച്ചു. ഈ ജാഥ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് യാഥാർത്ഥ്യമായി വരികയാണ്. ഒരു 3-4 മാസത്തിനുള്ളിൽ രാസലഹരിയില്ലാത്ത കേരളമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാൻ കഴിയും. നമ്മുടെ സ്റ്റേഡിയങ്ങളുടെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ, മെസ്സി വരുമ്പോൾ കളിക്കാൻ പറ്റിയ സ്റ്റേഡിയങ്ങളില്ല എന്നുള്ളൊരു വിമർശനം പോയിരുന്നു. അങ്ങനെ അത്തരം സ്റ്റേഡിയം ഉണ്ടോ? അതിന്റെ അവസ്ഥ വർഷങ്ങളായിട്ട് ശോചനീയമായിട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇത് പരാമർശിക്കുകയും ചെയ്തു ഈ ഒരു പ്രശ്നം. നെഹ്റു സ്റ്റേഡിയമായാലും കണ്ണൂർ സ്റ്റേഡിയമായാലും പാലക്കാട് സ്റ്റേഡിയം, പഴയ സ്റ്റേഡിയങ്ങൾ ഇതെല്ലാം തന്നെ റിനോവേറ്റ് ചെയ്യാൻ പണം കൊടുക്കാമെന്ന് പറയുന്നത്. പക്ഷെ അതാത് സ്ഥലങ്ങളിലെ ഭരണ നേതൃത്വത്തിന് താല്പര്യക്കുറവുകൊണ്ടാണ് ചെയ്യാൻ കഴിയാതെ. ഇപ്പം കോട്ടയത്ത് തന്നെ ഏറ്റവും നല്ലൊരു സ്റ്റേഡിയം പണിയുന്നുണ്ട്. ബഹുമാനപ്പെട്ട വാസൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിലാണ് അതിന്റെ പരിപാടി നടന്നു വരുന്നത്. അത് ഉടൻ തന്നെ 1 വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കും. ഈ കാര്യത്തിൽ ആർക്കും ഒരു സംശയമാണ്. ഈ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ തന്നെ അനാവശ്യമായുള്ള വിവാദമാണ്. മെസ്സിയെ പോലുള്ള ലെജൻഡുകൾ കേരളത്തിൽ വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം വരും, അദ്ദേഹത്തിന്റെ ടീമും ഇവിടെ വരും. അതിനാവശ്യമായി കളിക്കാനുള്ള സ്ഥലവും നമുക്ക്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ധാരാളം സൗകര്യങ്ങളുണ്ട്. ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയമുണ്ട്. 80,000 ആളുകളെ ഇരുത്താൻ പറ്റിയ സ്റ്റേഡിയമാണ്. അപ്പൊ ഈ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ ചർച്ചകളുടെ ആവശ്യമില്ല. അത് സമയം പറഞ്ഞതുപോലെ തന്നെ ഒക്ടോബറിൽ കൃത്യമായി ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ദിവസം KCA ഇവിടെ നോക്കൂ. അത് ഗവൺമെന്റ് സ്റ്റേഡിയം, സർക്കാർ സ്റ്റേഡിയം. ശരി, ഇപ്പോ ബോംബെ വെങ്കട സ്റ്റേഡിയം ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന അവിടെയാണ് 2 അന്താരാഷ്ട്ര ഫുട്ബോൾ മാച്ചുകൾ നടന്നത്. അത് കഴിഞ്ഞു, അത് വീണ്ടും ക്രിക്കറ്റ് സ്റ്റേഡിയമാക്കി മാറ്റി. അപ്പൊ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഓപ്പോസിറ്റ് ടീം ഏതായിരിക്കും അതിലൊക്കെ തരാം. ഒരാഴ്ച കഴിയും. ഈ കാര്യത്തിൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് ആവശ്യമില്ല. സ്പോർട്സ് ആണ്, സ്പിരിറ്റ് ആണ്. അനാവശ്യ വിവാദം